പ്രധാന വാർത്തയായിട്ട് ഇപ്പോ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ 500,000 നോട്ട് പിൻവലിച്ച കാര്യമാണ്. അതിനോട് ബേസ് ചെയ്ത ആൾക്കാർ ഇപ്പൊ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആളുകൾ വിളിക്കുകയും സംസാരിക്കുക. സംബന്ധിച്ച നെക്സ്റ്റ് ഡേ 6 മണി മുതൽ തുടങ്ങിയ ടെലിഫോൺ കോൾസ് ഇപ്പോഴും അവസാനിച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കണം. നമുക്കിതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് പ്രവാസികളെ സംബന്ധിച്ച് ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, നാട്ടിൽ നമ്മുടെ കയ്യിലുള്ള പണം നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന അതേ പ്രശ്നം തന്നെ നമുക്കുള്ളൂ. അല്ല, നമുക്ക് പ്രത്യേകമായിട്ടൊന്നും തന്നെ ഇല്ല. നമ്മുടെ വീടുകളിൽ ഇന്ന് 500-ന്റെയും 1000-ന്റെയും നോട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള ഗൃഹനാഥന്മാർ ഉണ്ടാക്കിയ സമ്പാദ്യമായിട്ട് വീട്ടിൽ പണം ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റുന്നു, അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ പോയി അത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഏക വഴി. പക്ഷെ അതൊന്നുമല്ല ആളുകളുടെ പ്രശ്നം. ഇനി അങ്ങോട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് വളരെയധികം വേവലാതിയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പണമുള്ള ആളുകൾ ധാരാളമുണ്ട്. കാരണം നമ്മളിങ്ങോട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും ചുരുങ്ങിയത് 25,000 രൂപ കൊണ്ടുവരാൻ അനുമതിയുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ ആളുകളുടെ കയ്യിലും 500-ന്റെയും 1000-ന്റെയും നോട്ടുകളുണ്ട്. അത് മാറ്റാൻ വേണ്ടി നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി സൗകര്യമുള്ള ഒരു കാര്യമല്ല, വയബിളുമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിവിടെ മാറാനുള്ള സൗകര്യമില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലേക്ക് ലീവിന് പോകുന്ന ആളുകളുടെ കയ്യിൽ അത് കൊടുത്തുവിടുന്നു. അവർ നാട്ടിൽ പോയി മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പൊ ഞാൻ പ്രധാനമന്ത്രിക്കും ഫിനാൻസ് മിനിസ്റ്റർക്കും RBI ഗവർണർക്കൊക്കെ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത്, പ്രവാസികൾക്ക് ഇങ്ങനെ ഒരു അനുമതി ഉള്ളതുകൊണ്ട് എല്ലാ പ്രവാസികളും ഇത്രയും പണം നാട്ടിലേക്ക് ഇന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ആ പണം വിദേശത്തുള്ള ഇന്ത്യൻ ബാങ്കുകൾ മുഖേന മാറ്റിയെടുക്കാനുള്ള സൗകര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സഹായകമായിരിക്കും. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാസികൾ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് പലപ്പോഴും നമ്മൾ വളരെ അബദ്ധങ്ങൾ ചെയ്തു പോവാറുണ്ട്. നമ്മളുടെ NRE അക്കൌണ്ടിലേക്ക് അയച്ച പണം പല കാര്യങ്ങൾക്ക് തിരിച്ചെടുക്കുകയും അല്ലെങ്കിൽ തുച്ഛമായ ലാഭത്തിന് വേണ്ടി മറ്റ് ചില ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുക. 1%, 1.5% കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. NRE ആവുമ്പോൾ 7% കിട്ടുമ്പോൾ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. അതേസമയം മറ്റുള്ള ബാങ്കുകളിൽ 1.5% കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സബിളുമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നു, നമുക്ക് ഇത്തരം ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ബാങ്കുകളിൽ, കോപ്പറേറ്റീവ് ബാങ്ക് മറ്റുള്ള ആണെങ്കിൽ മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരം സാധാരണ നാഷണലൈസ്ഡോ ഷെഡ്യൂൾഡ് ബാങ്കുകൾ പോലെ ഇൻകം ടാക്സിന് അറിയിക്കാറില്ല. നിക്ഷേപകരുടെ ഡീറ്റെയിൽസും എന്നതുപോലെ തന്നെ എമൌണ്ടും ഒന്നും തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അറിയിക്കാറില്ല. കഴിഞ്ഞ ഓഗസ്റ്റോടുകൂടി സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നുള്ള അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. തൽഫലമായിട്ട് അത്തരം അക്കൌണ്ടുള്ള ആളുകളുടെ എല്ലാ വിവരവും ഇൻകം ടാക്സ് അതോറിറ്റീസിന് ലഭിക്കുകയും അതിന്റെ ഫലമായി നിരന്തരമായിട്ട് നോട്ടീസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ നോട്ടീസ് വരുന്നത് 2 തരത്തിലാണ്. നിങ്ങളുടെ അക്കൌണ്ടിൽ ഇത്രയും പണമുണ്ട്, അതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നോട്ടീസ് വരുന്നത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അയക്കുക. രണ്ടായാലും റിട്ടേൺ ഫയൽ ചെയ്താലേ ഇൻഫോർമേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ബാങ്ക് അക്കൌണ്ടിൽ ഉള്ള പണം എങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ള സോഴ്സ് വ്യക്തമായിട്ട് ഇൻകം ടാക്സ് അതോറിറ്റീസിന് തൃപ്തികരമാവുന്ന വിധത്തിൽ നൽകാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. അതായത് NRE അക്കൌണ്ടിൽ നിന്ന് പണം ഡ്രോ ചെയ്ത് ആ പണം അക്കൌണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതല്ലാതെ പല വിധത്തിലും പണം നാട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചില ആളുകൾ, അപൂർവം ചില ആളുകൾ ഇപ്പോഴും നാട്ടിലേക്ക് പണം ഹവാല വഴി, ഹുണ്ടി വഴി അയക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന പണം ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി വിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ നമ്മളൊരു വസ്തു വിൽക്കുന്നു. ആ വസ്തു വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കാറുള്ള സംഭവം, ആ പ്രദേശത്തെ ഗവൺമെന്റ് അംഗീകരിച്ച പ്രൈസ് എന്താണോ അതിനേക്കാൾ സ്വല്പം കൂടുതലായിരിക്കും ആധാരത്തിൽ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തു സംഭവിക്കും, ആ ആധാരത്തില് എഴുതിയ സംഖ്യ വൈറ്റ് ആയിട്ടും
യഥാർത്ഥത്തിൽ വിൽപ്പന നടക്കുന്ന സംഖ്യ അതിനേക്കാൾ വളരെ കൂടുതലുമായിരിക്കും. ആ സംഖ്യ ബ്ലാക്ക് ആയിട്ടും കൊടുക്കും, ക്യാഷ് ആയിട്ട് കൊടുക്കും. ഞാനിപ്പോ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് അയാളുടെ വസ്തു വിറ്റ പൈസ 14 ലക്ഷം ഉറുപ്പിക ചെക്കും 25 ലക്ഷം ഉറുപ്പിക ബ്ലാക്ക് മണി ആയിട്ടുള്ള ഒരു ദിവസം കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചെയ്തത് ഏറ്റവും വലിയ അബദ്ധമാണ്. അതായത് ഫുൾ എമൗണ്ട് ആധാരത്തിൽ എഴുതാതെ അക്കൗണ്ട് തുടങ്ങിയത് ആദ്യമായിട്ട് തെറ്റ്. രണ്ടാമത് ഈ പണം ബാങ്കിൽ കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ തെറ്റ്. ഇനി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ആധാരത്തിൽ എഴുതിയ എമൗണ്ടിന് യാതൊരു പ്രശ്നമില്ല. അതിനുണ്ടാവുന്ന പ്രശ്നം ആ വസ്തുവിന്റെ ആദ്യം വാങ്ങിച്ച വില എത്രയാണോ ഇപ്പോൾ എത്ര വിലയ്ക്ക് വിറ്റ് അതിലുണ്ടാവുന്ന വ്യത്യാസം അദ്ദേഹത്തിന്റെ ലാഭമാണ്. ആ ലാഭത്തിന് ഗവൺമെന്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണമെന്ന് പറയും. അതാണ് ഉണ്ടാവുക. അതേസമയം 25 ലക്ഷം ഉറുപ്പിക അദ്ദേഹം ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ബ്ലാക്ക് മണിയാണ്. അതിന്റെ സോഴ്സ് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഈ പണം എന്റെ വസ്തു വിറ്റ പണമാണ് എന്ന് പറയാൻ സാധിക്കില്ല. വസ്തു വിറ്റിട്ടുള്ളത് എത്ര ചുരുങ്ങിയ സംഖ്യക്കാണ്. അങ്ങനെയുള്ളതിന് വ്യക്തമായ ഉത്തരം നൽകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അതിന് ടാക്സും പെനാൽറ്റിയും അടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 60% വരുന്നുണ്ട് ടാക്സും പെനാൽറ്റിയും കൂടിയിട്ട്. 1 കോടി റുപ്യ ഉണ്ടെങ്കിൽ അവശേഷിക്കുക 40 ലക്ഷമോ അല്ലെങ്കിൽ 30 ലക്ഷമോ ആയിരിക്കും ബാങ്കിൽ. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതേസമയത്ത് വ്യക്തമായി സോഴ്സ് നൽകാൻ പറ്റുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല. ഇനി പ്രവാസികളെ സംബന്ധിച്ച് എന്നോട് ചോദിച്ച മറ്റു പല ചോദ്യങ്ങൾ ഇതാണ്. നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ മാതാപിതാക്കളുടെ പേരിൽ അയക്കുന്നു, അത് അവരുടെ പേരിൽ പല ബാങ്കുകളിലും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു, അതിന് പ്രശ്നമുണ്ടാകുമോ എന്നാണ് ചോദ്യം. നമ്മൾ നമ്മുടെ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ഭാര്യയ്ക്ക് പണം അയച്ചു എന്നുള്ളതിന് പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നും തന്നെ ഭയപ്പെടാനില്ല. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എത്ര സംഖ്യ വേണമെങ്കിലും ഒരു NRE എന്നുള്ള നിലയ്ക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അതിന് ആ എമൗണ്ടിനല്ല ടാക്സ് വരുന്നത്, ഇൻകത്തിനാണ്. അങ്ങനെ പിതാവിനോ മാതാവിനോ ഭാര്യയ്ക്കോ നമ്മൾ അയച്ചു കൊടുത്തു, ഒരു 10 ലക്ഷം അയച്ചു കൊടുത്തു, അത് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ലക്ഷം ഉറുപ്പിക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോ 7% പലിശയാണെങ്കിൽ 1,07,000 വെച്ച് 70,000 ഉറുപ്പിക അവർക്ക് കിട്ടുന്നു. ആ 70,000 ഉറുപ്പികയ്ക്ക് ആണ് ടാക്സ് വരുന്നത്. ആ 70,000 ഉറുപ്പികയ്ക്ക് ടാക്സ് വരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 2.5 ലക്ഷം ഉറുപ്പിക യാതൊരു ടാക്സും നൽകാതെ സമ്പാദിക്കാൻ പറ്റും. ആ 2,50,000 ടാക്സ് രഹിതമായി സമ്പാദിക്കാൻ സാധിക്കും. ആ 2,50,000 കുറവാണ് ഈ സംഖ്യ ആയതുകൊണ്ട് യാതൊരു ടാക്സിന്റെ അവകാശം അവിടെ വരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒട്ടും തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നതിലോ ചെലവുകൾക്ക് അയച്ചു കൊടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്ത് അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യക്കോ ആ സംഖ്യക്കല്ല ടാക്സ്, അതിൽ നിന്നുള്ള ഇൻകത്തിനാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട അടിവരയിട്ട് പറയാണ്, ഇൻകത്തിനാണ് ടാക്സ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിൽ കാർഷികമായ ആദായം ഉണ്ടാകും. നാളികേരത്തിൽ നിന്നോ റബ്ബറിൽ നിന്നോ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നോ ഉണ്ടാകും. അതും ടാക്സ് ഫ്രീ ആണ്. അതിനെപ്പറ്റിയും ഭയപ്പെടേണ്ടതില്ല. അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ കിടക്കുന്ന പണത്തിന് വരുന്ന ഇൻട്രസ്റ്റിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ചിലർക്ക് ബിൽഡിംഗ് ഉണ്ട്, അതിന് വാടക കിട്ടുന്നുണ്ടായിരിക്കും, അത് ടാക്സബിൾ ഇൻകമാണ്. ആ ടാക്സബിൾ ഇൻകത്തിന്റെ കാര്യത്തിലും 2.5 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടെങ്കിലേ ടാക്സ് നൽകേണ്ടതുള്ളൂ. ഇങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പ്രവാസികള് ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. പ്രവാസികളുടെ കൂട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഭയപ്പെടേണ്ടതും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പൊ പലർക്കും കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ തന്നെ പലരും വിളിച്ചു പറഞ്ഞു നോട്ടീസ് വന്ന കാര്യം. അവർ സ്വർണം കൊണ്ടുപോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത് 10 കിലോ സ്വർണം കൊണ്ടുപോയിരുന്നു എന്നാണ്.
മറ്റൊരാള് ഇന്നലെ വിളിച്ചു പറഞ്ഞ 5 കിലോ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ്. ഗവൺമെന്റിന്റെ കണ്ണിൽ ഈ 2 വ്യക്തികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരാള് 10 കിലോ സ്വർണത്തിന്റെ അധിപനും മറ്റാള് 5 കിലോ സ്വർണത്തിന്റെ അധിപനുമാണ്. ഗവൺമെന്റിന് വേണമെങ്കിൽ ചോദിക്കാം, ഈ റിട്ടേൺ ഫയൽ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. റിട്ടേൺ ഫയൽ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ അസറ്റുകളെല്ലാം എഴുതുന്ന കൂട്ടത്തില് സ്വർണം ഇത്ര ഉണ്ട് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ചോദിക്കും, നിങ്ങൾ ഇത്രയും സ്വർണം കൊണ്ടുവന്നതിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ മേടിച്ച് കയ്യിൽ നിന്ന് കൊണ്ടുപോയി. ഗവൺമെന്റിന്റെ കണ്ണിലോ നമ്മളാണ് അതിന്റെ ഉടമസ്ഥർ. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉടമസ്ഥൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് ഉത്തരം നൽകാൻ സാധിക്കില്ല. അപ്പോൾ യുക്തിപൂർവമായിട്ട് നയപരമായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ മാത്രമേ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അതിനു മുമ്പ് അതിനെപ്പറ്റി ചിന്തിച്ച് തലപുണ്ണാക്കിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ, ഹലോ, വെൽക്കം ടു ലൈഫ് ലൈൻ. ഓക്കെ സാർ, എന്റെ പേര് ജെഫിൻ. ജസിൻ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. നാട്ടിലൊരു ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഒരു ഹാഫ് എമൗണ്ട് ഞാൻ കൊടുത്ത് പേ ചെയ്തിട്ടുണ്ട്. ഇനി ആ ബാക്കി എമൗണ്ട് ഫെബ്രുവരിയിലാണ് പേ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ അതിന്റെ ബാക്കി എമൗണ്ട് നമ്മൾ കൊടുക്കുമ്പോ ക്യാഷ് ആയിട്ട് ഞങ്ങൾ ഇതിലാണ് സാറാണ് കൊടുത്തിരിക്കുന്നത്. ക്യാഷായിട്ട് കൊടുക്കരുത്. ക്യാഷായിട്ട് ഒന്നും ഇനി കൊടുക്കാൻ പാടില്ല. ചെക്കായിട്ട് തന്നെ കൊടുക്കണം. ചെക്കായിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ നമ്മൾ ചെക്കായിട്ട് കൊടുക്കുമ്പോ അതിന്റെ തോഴ്ത്ത് കാണിക്കണ്ടേ? ചെക്ക് താങ്കളുടെ NRI അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ NRI അക്കൗണ്ടിൽ ഞാൻ ഹാഫ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ബാക്കിയുള്ളതും NRI അക്കൗണ്ടിൽ തന്നെ കൊടുക്കുക. അല്ല, ബാക്കി ഇപ്പൊ NRI അക്കൗണ്ടിൽ ഞാൻ പുറത്ത് കൊടുത്തിരിക്കുകയാണ് ക്യാഷ്. എന്തിനു എവിടുന്ന് കൊടുത്തതാണ് ആ പൈസ? NRI അക്കൗണ്ടിൽ നിന്ന് കൊടുത്തതല്ലേ? NRI അക്കൗണ്ടിൽ നിന്ന് കൊടുത്താ അത് അല്ല അതിന്റെ പ്രൂഫ്. ഉദാഹരണമായിട്ട് താങ്കള് എനിക്കൊരു 10 ലക്ഷം റുപ്യ NRI അക്കൗണ്ടിൽ നിന്ന് ലോൺ തന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. ആ ലോൺ തന്ന സംഖ്യ ഞാൻ താങ്കൾക്ക് തിരിച്ചു തരുന്നു. അത് താങ്കൾ മേടിച്ച ഫ്ളാറ്റിന് കൊടുക്കുന്നു. അല്ല, ഞാനിപ്പോ വേറൊരു വ്യക്തിക്കാണ് ഒരു 10 lakhs കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ട് വഴിയാണ് ത്രൂ ചെയ്തിരിക്കുന്നത്. അതെ, ആ എമൗണ്ട് എനിക്ക് തിരിച്ചങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അതെ, അദ്ദേഹത്തിന് ലോൺ കൊടുത്തിരിക്കല്ലേ? അതെ. അപ്പോ ആ ട്രാൻസ്ഫർ ചെയ്തതിന്റെ പ്രൂഫ് താങ്കളുടെ കയ്യിലുണ്ട്. അദ്ദേഹം ക്യാഷ് ഇപ്പൊ തരികയാണെങ്കിൽ ആ ക്യാഷ് താങ്കളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ഈ പ്രൂഫ് സഹിതം. അതിന് ടാക്സും കാര്യങ്ങളൊന്നും വരില്ല. ടാക്സ് ഒന്നും വരില്ല. അവിടെ ഇൻകം ഒന്നും ഉണ്ടായിട്ടില്ല. താങ്കൾ ലോൺ കൊടുത്ത് താങ്കളുടെ അക്കൗണ്ടിൽ നിന്ന് ലോൺ കൊടുത്ത സംഖ്യ താങ്കളുടെ സുഹൃത്ത് താങ്കൾക്ക് തിരിച്ചു തരുന്നു. ആ തിരിച്ചു തന്ന സംഖ്യ താങ്കളുടെ അക്കൗണ്ടിൽ ഇടുന്നു. അക്കൗണ്ടിൽ നിന്ന് ബിൽഡർക്ക് ചെക്ക് കൊടുക്കുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കാര്യങ്ങൾക്കൊക്കെ ടാക്സും കാര്യങ്ങളും വരും, എക്സ്ട്രാ വരുമോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. ഇതുപോലെ എത്രയോ ആളുകൾ ഉണ്ടാവും. അദ്ദേഹം ചോദിച്ച ചോദ്യം പലർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഭയപ്പെടാനില്ല. കാരണം നമ്മൾ സുഹൃത്തിന് കടം കൊടുക്കുന്നു, ആ സുഹൃത്ത് നമുക്ക് തരുന്നു. അതെല്ലാം പ്രൂഫുള്ളത്. അദ്ദേഹം അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു, അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതാണ്. അദ്ദേഹം ക്യാഷ് തന്നാൽ നമ്മൾ പറയുന്നു ഈ സുഹൃത്ത് എന്റെ കടം തിരിച്ചു തന്നാണെന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ ഇൻകം ടാക്സ് ഈ സുഹൃത്തിനോട് ചിലപ്പോ ചോദിക്കാം, ഈ പണം എങ്ങനെ കൊടുത്തു എന്ന് ചോദിക്കാം, ഇതിന്റെ സോഴ്സ് ചോദിക്കാം. അപ്പൊ അയാൾ അതിന്റേതായ വഴികൾ കണ്ടെത്തണം. വേണമെങ്കിൽ എന്റെ സുഹൃത്ത് തന്ന പൈസയായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമായിട്ടുള്ളൊരു ഉത്തരമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ വളരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ കുഴികളിൽ ചെന്ന് വീഴരുത് എന്നാണ് പറയാനുള്ളത്. നമ്മൾ ഈ പരിപാടിയിൽ കൂടെ, ലൈഫ് ലൈനിൽ കൂടെ, അതുപോലെ തന്നെ കഴിഞ്ഞ 40 വർഷത്തിൽ കൂടുതലായി പ്രവാസികളോട് നിങ്ങൾ ഹുണ്ടിക്ക് പൈസ അയക്കരുത്, അതുപോലെ മറ്റുള്ള ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന് നിരന്തരം പറയുന്നു. പക്ഷെ എത്രമാത്രം വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത്
നമ്മൾ ആരും തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യരുത്, ഒരു പ്രവാസിയും ചെയ്യരുത്. മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള പണം നമ്മുടെ കുടുംബത്തിൽ വെക്കുക, അതില് ഒക്കെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കണം. ഒരു കോൾ, മറ്റൊരു കോളം കൂടെ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ലൈൻ. താങ്ക് യു. ചോദിച്ചോളൂ സാറിന്റെ അടുത്ത്. ആരാ സംസാരിക്കുന്ന? ഞാനാണെങ്കിൽ ബിന്ദു. ഇവിടുന്ന് വിളിക്കുന്ന? ഞാൻ ഷാർജയിൽ. എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ പ്ലീസ്. മാഡം, ഞാനിപ്പം നാട്ടിൽ പോയി 2 ദിവസത്തേക്ക് ഒരു കഴിഞ്ഞ ആഴ്ചയിൽ പോലെ ഒരു കുറച്ച് വസ്തുവിന്റെ ഇടപാടിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ എമൗണ്ടിൽ നിന്നൊരു എന്റെ എൻആർഇ അക്കൗണ്ട് അല്ല, FD കടന്ന് ഒരു 5 ലക്ഷം രൂപയും അല്ലാതെ കുറച്ച് നമ്മൾ ലോൺ പ്ലഡ്ജ് ഓർണമെന്റ്സ് പ്ലഡ്ജ് ചെയ്തും എല്ലാം കൂടെ നമ്മളൊരു 48 lakhs rupees ഞാൻ അമ്മയുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതിൽ ട്രാൻസ്ഫർ ചെയ്തതിൽ ഒരു 13 ലക്ഷം രൂപ അമ്മയുടെ FDയിൽ കിടന്ന അക്കൗണ്ട്, ആ പൈസയും കൂടെ ആയിരുന്നു. FD ആണ് എടുത്തത്. അപ്പൊ അത് എടുത്ത അന്ന് തന്നെയാണ് അടുത്ത ദിവസം ഇതിന്റെ ഒരു ആധാരം നടക്കുന്നതിന്റെ ദിവസമാണ്, തേഴ്സ്ഡേ ആയിരുന്നത്, വെൻസ്ഡേ ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മളിനി എഴുതുമ്പോൾ ഇതിലിപ്പം 2 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ടാക്സ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ച് അതിന്റെ ടാക്സിന്റെ പ്രശ്നം വരുമോ? അല്ല, ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ അക്കൗണ്ടിലുള്ള പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കളായിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള പണമാണോ? അല്ലല്ല, അമ്മ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. എങ്ങനെ? അമ്മ റിട്ടയർ ആക്കാൻ കിട്ടിയ പൈസ അമ്മ ബാങ്കിൽ FD ഇട്ടിരുന്നതാണ്. പിന്നെ ഞാനിപ്പോ എന്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ എന്റെ അക്കൗണ്ടിൽ നിന്നല്ല, എന്റെ ഒരു FD കിടന്നത് ഒരു 5 lakhs അമ്മയുടെ പേരിലോട്ടിട്ട്. അമ്മ എന്താ പറഞ്ഞത്? ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, റിട്ടയർ ആയപ്പോ കിട്ടിയത്. റിട്ടയർ. ഓക്കെ. അപ്പൊ അമ്മ ടാക്സ് പെയർ ആയിരിക്കും. അമ്മ ടാക്സ് പെയർ അല്ലേ? അമ്മ അന്ന് ടാക്സ് ഇപ്പം കൊടുക്കുന്നില്ലായിരുന്നു. നേരത്തെ ടാക്സ് കൊടുത്തിരുന്നില്ലേ? കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇല്ല. അമ്മ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ആ കാലത്തൊക്കെ അമ്മ ശമ്പളം മേടിക്കുമ്പോ ടാക്സ് കൊടുക്കേണ്ട ഉണ്ടാവുമായിരുന്നല്ലോ. അതിനെ പറ്റി അറിയില്ല ഇപ്പൊ. എന്തായാലും ഇപ്പൊ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ഉണ്ടല്ലോ, അമ്മയ്ക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടിയ എമൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ. അതിൽ നിന്ന് ഇൻട്രസ്റ്റ്, അത് ബാങ്ക് തന്നെ ഇൻട്രസ്റ്റ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് TDS ആയിട്ട് ചിലപ്പോ പിടിക്കുന്നുണ്ടായിരിക്കും, പിടിച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അപ്പൊ അതിനെ സംബന്ധിച്ച് വറി ചെയ്യേണ്ടതില്ല. അമ്മയ്ക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടിയ എമൗണ്ട് ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്നാണെങ്കിൽ ടാക്സ് പിടിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒന്നും തന്നെ ഭയപ്പെടാനില്ല കേട്ടോ. മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളില് ഇപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ആകെ ഒരു ഭീതിയാണ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. നമുക്കൊന്നും കള്ളപ്പണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളില്ല. രണ്ടാം തരം പണം ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. ഗൾഫിൽ നിന്ന് അധ്വാനിച്ചയക്കുന്ന പണം, അപൂർവം ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ചില തെറ്റായ മാർഗത്തിലേക്ക് വഴി നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോ മറ്റൊരു പ്രധാന കാര്യം മറ്റുള്ള എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കുന്നത്, സാധാരണക്കാർ മാത്രമാണല്ലോ ക്യൂ നിൽക്കുന്നത്, വലിയ പണച്ചാക്കുകളൊന്നും ക്യൂ നിൽക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരാരും ക്യൂ നിൽക്കില്ല. അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്തരം പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ അത്തരം ആ പണമായിട്ട് ബാങ്കിലേക്ക് വരില്ല. അവര് പലരും എന്തെങ്കിലും ചെറിയ സാധ്യതയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവർ അതും പറഞ്ഞു വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് 40% അല്ലെങ്കിൽ 30% മാത്രമേ ഉണ്ടാവുള്ളൂ ടോട്ടൽ ഉള്ളതിന്റെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ 14 ലക്ഷം കോടി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ സർക്കുലേഷനിലുണ്ട്. സർക്കാരിന്റെ കണക്കനുസരിച്ച് 50% അതിൽ വ്യാജമോ അല്ലെങ്കിൽ കള്ളപ്പണമോ ആണ്. അത് അഥവാ ഗവൺമെന്റിലേക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടാവുന്നത് 2 പ്രക്രിയ അവിടെ നടക്കുകയാണ്. ഗവൺമെന്റിന് കറൻസി വേണമെങ്കിൽ കറൻസിക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ട് റിസർവ് ബാങ്കിന്റെ അടുത്ത്. ഇപ്പോൾ 14
ലക്ഷം കോടി റുപ്യ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 7 ലക്ഷം കണക്കിൽപ്പെടാത്തത് ആണെന്നും ധരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 5 ലക്ഷം കോടി ഗവൺമെന്റ് കിറ്റിയായിട്ട് തിരിച്ച് ഗവൺമെന്റിന് കിട്ടാനാ പോകുന്നത്. അഥവാ ഇത്തരം പണം വരികയും അത് സറണ്ടർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, അതേസമയം അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്നാലും ഗവൺമെന്റിനെ സംബന്ധിച്ച് നല്ലത് തന്നെ. കാരണം അത്രയും ബ്ലാക്ക് മണി എന്നേക്കുമായി നമ്മുടെ എക്കോണമിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും, ദീർഘകാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. ഒന്ന്. രണ്ടാമത് GDP കൂടും. ഒരു 2 ക്വാർട്ടർ കഴിഞ്ഞാൽ നമ്മുടെ GDP കുതിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സംഭവിക്കും. മറ്റൊരു കാര്യം ഉണ്ടാവുന്നത്, കള്ളപ്പണം ഉണ്ടാവാൻ പറ്റാത്ത ഒരു സംവിധാനം ഇതിനോടൊപ്പം നമ്മുടെ നാട്ടിലുണ്ടാവും. ആളുകൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് രൂപത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് മുഖേനയോ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോ നമുക്കറിയാം, ഇപ്പോ UAE താമസിക്കുന്നവർക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം മുഴുവൻ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നതുപോലെ ധാരാളം നമ്മളെല്ലാം ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ്. അത് ഇന്ത്യയിലുള്ള നല്ലൊരു ഭാഗം ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിത്തീരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഇന്ത്യയുടെ ഭാവിക്ക് വളരെ നല്ലതായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു 2 മാസ സമയം ശരിക്ക് ജനങ്ങൾ ബുദ്ധിമുട്ടും. അത് കയ്യിലുള്ള പണം മാറ്റിയെടുക്കൽ അത്ര എളുപ്പമായിരിക്കില്ല. അതെല്ലാം നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ദിവസങ്ങൾ ചെല്ലുന്തോറും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും, രാഷ്ട്രത്തിനും എല്ലാ നന്മയും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഗൾഫ് ലൈഫ് ലൈൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. മൊബൈൽ നമ്പർ 05064678001, ദുബായ് 0435559.